നമുക്ക് ഓരോ വാഹനങ്ങൾ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2016 മോഡൽ വാഗണറാണ് വരുന്നത്. വാഗണർ VXi ഓട്ടോമാറ്റിക് ഗിയർ ആണ് വരുന്നത്. VXi ഓട്ടോമാറ്റിക് ആണല്ലേ? നിരവധി ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഇത്തവണ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മാനുവലി ഓട്ടോമാറ്റിക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടേക്ക് വരാവുന്നതാണ്. ഇത് ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 61 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 600 കിലോമീറ്റർ. അതെ. ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇത് നമ്മൾ സർവീസ് അത്യാവശ്യം ചെയ്തിട്ടാണ് വണ്ടിയാണ്. വണ്ടിയാണല്ലേ? എല്ലാ പണിയും കാര്യങ്ങളൊക്കെ നോക്കി ഓക്കെയാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് VXi ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് AC പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ ഉണ്ടോ, മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ, ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, ബാക്കിൽ വൈപ്പർ, ഡിഫോഗർ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ആ VXi അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് 4,25,000 രൂപ കൊടുക്കാം. 4,25,000 അല്ലേ? ഓക്കെ, നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും ലോൺ ചെയ്യാം. ഒരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ഒന്നും വണ്ടി ഇറക്കിക്കോളെ. ഓക്കെ, അടുത്തായിട്ട് വീണ്ടും ഒരു വാഗണർ തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ട പോലെ തന്നെ സെയിം കളറിൽ. ഓട്ടോമാറ്റിക് മാനുവൽ? ഇത് മാനുവൽ ഗിയർ ആണ്. മാനുവൽ, അത് ഓട്ടോമാറ്റിക് ആയിരുന്നല്ലേ? ഇത് ഡീറ്റെയിൽസ് തന്നെ? ഇത് 2014 മോഡല് വാഗണർ VXi ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? ഇത് VXiയിൽ AC പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ ഉണ്ടോ, മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ, പിന്നെ വന്നിട്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടീഷൻ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സ്, ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇത് ചോദിക്കുന്ന പ്രൈസ്? ഇത് നമുക്ക് 3,35,000 രൂപ കൊടുക്കാം. 3,35,000 ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും. നമുക്കൊരു ലോ ബഡ്ജറ്റ് വാഹനം ഓൾട്ടോ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് തന്നെ? ഇത് ഓൾട്ടോ LXi 2012 മോഡലാണ്. ഓക്കെ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ. ഇത് LXi പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്. അതെ. പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് വന്നിട്ട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ നമുക്ക് ആക്സിഡന്റ് പറയാൻ പാകത്തിനില്ല. ലെഫ്റ്റ് സൈഡിലൊരു ഡോർ റൈറ്റ് സൈഡിലൊരു ഡോർ മാറിയിട്ടുണ്ട്. മാത്രമാണ് പറയാൻ പാകത്തില്ല. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ വീഡിയോയിലാണെങ്കിൽ പോലും ഒരു കാര്യം പോലും നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സാണ് വാഹനത്തിനുള്ളത് അല്ലേ? ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 1,55,000 രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത്. 1,55,000 ചോദിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഓഫർ കാര്യമൊക്കെ ചെയ്ത് കൊടുക്കാം. ഈ മാസം എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ? വീഡിയോസ് കാണുന്നവർ എന്തായാലും ഓഫറും കാര്യങ്ങളൊക്കെ ചോദിച്ച് മേടിച്ചോ. ഈ മാസം മാത്രമേ കിട്ടുള്ളൂ. അടുത്ത മാസം വീഡിയോസ് കണ്ടിട്ടാണ് വന്ന് ഓഫർ വെച്ച് ഓഫർ കിട്ടില്ല കേട്ടോ. ഇത് ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ മാഗ്ന വേരിയന്റ് ആണ്. മാഗ്ന വേരിയന്റ്. മോഡൽ എത്ര? 2015 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 74,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 74,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിൻ അല്ലേ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഹ്യുണ്ടായിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിനകത്ത് മാഗ്ന വേരിയന്റിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോ വരും, സ്റ്റീരിയോ വരും, സെൻട്രൽ ലോക്ക് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് അല്ലേ? ഏകദേശം 80% ടയേഴ്സും കാര്യങ്ങളുണ്ട്. ചോദിക്കുന്ന പ്രൈസോ? ഇത് നമുക്ക് 3,55,000 രൂപ കൊടുക്കാം. 3,55,000. ഇതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. 2015 ഗ്രാൻഡ് ആയിട്ട് നമുക്ക് 4 വർഷം അല്ലെങ്കിൽ 5 വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. നല്ല ക്വാളിറ്റി വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പഴയ മോഡല് ഓൾട്ടോ കേട്ടൻ പരിചയപ്പെടാം. അതും ലോ ബഡ്ജറ്റ് വാഹനമാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. ഡീറ്റെയിൽസ് അതിന് തന്നെ? ഇത് 2011 മോഡലോ ഓൾട്ടോ കേട്ടൻ LXi ആണ്. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 60,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ഇതിൽ AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അഡീഷണൽ സീറ്റ് കവർ, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ, സ്റ്റീരിയോ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്, ഫ്ലോർ മാറ്റ്, കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ 1,65,000 ചോദിക്കുന്നത്. അതിനകത്ത് ഓഫർ ഉണ്ട്. 1,60 വരെ ചെയ്യാം. പിന്നെ സംസാരിക്കുമ്പോൾ ചെയ്ത് കൊടുക്കാം. അതെന്തായാലും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് വരാൻ പറ്റുന്ന ഒരു വേരിയന്റ്. കച്ചവടത്തോട് അടുക്കുമ്പോൾ ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2015 മോഡൽ ഓൾട്ടോ കേട്ടൻ VXi ഓട്ടോമാറ്റിക് ആണ്. VXi ഓട്ടോമാറ്റിക് അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 91,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 91,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഈ VXiയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? VXiയിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, കമ്പനി ഇൻബിൽഡിംഗ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർ. വേറെ തട്ടമുട്ടോ റീപ്ലേസ് ഒന്നും കാണാനില്ല. കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിലയിലൊന്നും. റീപ്ലേസ്മെന്റ് ഉണ്ട്. നമുക്ക് ബോണറ്റ് മാറിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് ആയിട്ട് കാരണം ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 2,90,000 രൂപ നമുക്ക് കൊടുക്കാം. 2,90,000 ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് വണ്ടി വിലയുടെ 85-90% വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു വാഹനം ലോ ബഡ്ജറ്റ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതെങ്ങനെ വരുന്നത്? ഇത് 2013 മോഡൽ ഓൾട്ടോ കേട്ടൻ VXi ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ 1,00,000 കിലോമീറ്റർ ഓട്ടല്ലേ? അതെ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? പിന്നെ 1000 cc എഞ്ചിനാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്. നമുക്ക് 18 റേഞ്ചിൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആണ്. അഡീഷണൽ സീറ്റ് കവർ, സ്റ്റീരിയോ,
സെൻട്രൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 1,60,000 രൂപ കൊടുക്കാം. 1,60,000 രൂപ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. നേരിട്ട് ഷോറൂമിലേക്ക് വരും. അതായത് മാരുതി ഓൾട്ടോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് ഓൾട്ടോ BS6 മോഡൽ, പുതിയ മോഡൽ വണ്ടിയാണ്. 2022 വണ്ടിയാണ്. അതായത് ആ നിർത്തുമ്പോൾ ലാസ്റ്റ് ചേർത്ത വാഹനം അല്ലേ? ഇത് ഓണർഷിപ്പ് എത്രയാണ് ഇതിന്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ഓൾട്ടോ 800 LXi ഓപ്ഷൻ വേരിയന്റ് ആണ്. LXi ഓപ്ഷനിൽ ഓപ്ഷനിനകത്ത് നമുക്ക് 2 എയർ ബാഗ് ആണ് വരുന്നത്. 2 എയർ ബാഗ് വരും. നോർമൽ LXi സിംഗിൾ എയർ ബാഗ് ABS ബ്രേക്ക് ഉള്ളൂ. ഇതിനകത്തേക്ക് വരുമ്പോൾ 2 എയർ ബാഗ് വരും. 2 എയർ ബാഗ് കാര്യങ്ങളും വരും. പിന്നെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ട്? ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ, അതായത് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ അന്നത്തെ കാലത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ചെറിയ വിലക്ക് വാങ്ങാൻ പറ്റുന്ന വാഹനമാണെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കമ്പനി ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ എത്ര കിലോമീറ്റർ ഓടി പറഞ്ഞു? ഇത് 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇത് മാരുതി സർട്ടിഫൈഡ് ആണ്. അപ്പൊ വാറന്റിയും കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഇതിന് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ വരെ മാരുതിയുടെ വാറന്റി കൊടുക്കുന്നുണ്ട്. മാരുതിയുടെ വാറന്റി ഓൾ ഇന്ത്യ. പിന്നെ കൂടെ 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 3,65,000 രൂപ കൊടുക്കാം. 3,65,000 ചോദിക്കുന്നത്. ഇതിൽ നമുക്കൊരു 60-65 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് എന്ന ബാക്കി നമുക്ക്. ഓക്കെ. അടുത്തായിട്ട് ടൊയോട്ടയുടെ എത്തിയോസ് ലിവ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് എത്തിയോസ് ലിവ G വേരിയന്റ് ആണ് വരുന്നത്. G വേരിയന്റ്. അതെ, 2016 മോഡലാണ് വരുന്നത്. 2016. ഓണർഷിപ്പ് എത്ര? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 68,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിനിൽ 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഇതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടാവുക? ഇതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, 2 എയർ ബാഗ് വരും. ഡ്യുവൽ എയർ ബാഗ് വിത്ത് വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ടയറാണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ, എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ പ്രൈസ് നമുക്ക് 4,15,000 രൂപ കൊടുക്കാം. 4,15,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? പിന്നെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളുണ്ടാവില്ലേ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് ഇയോൺ മാഗ്നയാണ്. ഇയോൺ മാഗ്ന 2015 മോഡലാണ്. 15 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 42,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിനിൽ 42,000 കിലോമീറ്റർ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? നല്ല മൈലേജ് ഉണ്ട്. 18 മേളിൽ മൈലേജ് കാണിക്കുന്നുണ്ട്. മൈലേജ് കിട്ടും. മൈലേജ് സെഗ്മെന്റ് വാഹനങ്ങൾ അനുസരിക്കുന്ന ചെറിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. ഈ ഒരു മാഗ്നയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? ഇതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ, കമ്പനി ബിൽഡിംഗ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവൽ സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിൽ കാണാനില്ല. കണ്ടീഷൻ വാഹനമല്ലേ? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് 2,40,000 രൂപ കൊടുക്കാം. 2,40,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? അതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. ഇതിന് 4 അല്ലെങ്കിൽ 5 വർഷം വരെ ലോൺ ചെയ്ത് കൊടുക്കും. 5 വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ പറയുന്ന പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ല. കച്ചവടം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവരുടെ വക ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ഈ മാസം തന്നെ വാഹനങ്ങൾ എടുക്കും. നമുക്ക് മെയ് മാസത്തെ സ്റ്റോക്കും മെയ് മാസത്തെ ഓഫറാണ് പറയുന്നത് അല്ലേ? അതെ. അടുത്തായിട്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് റെനോൾട്ടിന്റെ കിഡ് പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് റെനോൾട്ടിന്റെ കിഡ് RXT 1000cc ഓട്ടോമാറ്റിക് ഗിയർ ആണ് വരുന്നത്. 1000cc ഓട്ടോമാറ്റിക് അല്ലേ? അതെ. ഇതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? അത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം വിത്ത് ടച്ച് സ്ക്രീൻ, പിന്നെ വന്നിട്ട് സെൻട്രൽ ലോക്ക്, പിന്നെ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 57,000 കിലോമീറ്റർ മാത്രം ഓടി. 57,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 3,40,000 രൂപ കൊടുക്കാം. 3,40,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? നമുക്കിത് ലോൺ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ലോൺ ചെയ്യാം. ഒരു 90% ലോൺ ചെയ്യാൻ പറ്റുമല്ലോ? പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് വാറന്റി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇതിന് നമ്മൾ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ വാറന്റി ഉണ്ടാവും. വാറന്റി കൊടുക്കുന്നുണ്ട്. അതർ ബ്രാൻഡ് വാഹനമാണ് എന്നിട്ട് പോലും വാറന്റി കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അത്രയും ക്വാളിറ്റി വാഹനമാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2023 മോഡല്, പുതിയ മോഡൽ എക്സ്പ്രസോ VXi ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. VXi ഓപ്ഷനിൽ VXi പ്ലസ് അല്ല ഓപ്ഷനിൽ. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്ത് വരുന്നത്? ഇത് വന്നിട്ട് AC പവർ സ്റ്റിയറിംഗും 2 എയർ ബാഗ് വരുന്നുണ്ട്. ABS ബ്രേക്ക് വരും. മ്യൂസിക് സിസ്റ്റം വരും. ബ്ലൂടൂത്ത് കൺട്രോൾസ് വരാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. മ്യൂസിക് സിസ്റ്റം അത് വരുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വരും. മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് ആണ് ട്രാക്ഷൻ കൺട്രോൾഡ്, ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് വരുന്ന VXi ഓപ്ഷനിൽ മാത്രം വരുന്ന ഫീച്ചേഴ്സ് ആണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. 18,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 18,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഷോറൂം കണ്ടീഷൻ വേണമല്ലേ? പുതിയത് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഇത് നല്ല മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കയാണ്.
പിന്നെ ഇത് നിങ്ങൾ ചോദിക്കുന്ന പൈസ ഇത് നമുക്ക് 5,35,000 രൂപ കൊടുക്കാം. 5,35,000 കൊടുക്കാം. അതിനകത്ത് ഓഫർ ഉണ്ടാവും. നമുക്ക് ആക്സസറീസ് ഓഫർ കൂടാതെ നമുക്ക് പല ഓഫറുകളും ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് സെഗ്മെന്റ് വാങ്ങില്ല, അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടില്ലേ? തീർച്ചയായിട്ടും. ഓട്ടോമാറ്റിക്കലി വരുമ്പോഴും നമുക്ക് മൈലേജിൽ വലിയ ഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെ വരും. ഇല്ല, ഇത് അത്യാവശ്യം നല്ലപോലെ മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇത് 19 ആ റേഞ്ചിൽ കമ്പനി മൈലേജ് പറയുന്നുണ്ട്. കിട്ടുന്നതായിട്ട് ഫീഡ്ബാക്ക് ഉണ്ടല്ലേ? ഓക്കെ. ഇതിനൊക്കെ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്? ഇത് നമുക്ക് ഏകദേശം ഒരു 60,000-70,000 നമുക്ക് ഇറക്കാൻ പറ്റും. വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ വാറണ്ടി കാര്യങ്ങളുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇതിന് നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ടാവും. അത് കൂടാതെ നമ്മുടെ 1 വർഷത്തെ വാറണ്ടി ആഡ് ഓൺ ആയി കിട്ടും. അതായത് കമ്പനി വാറണ്ടി എന്ന് തീർന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിലവിൽ കമ്പനി വാറണ്ടി എത്ര വർഷത്തേക്ക് ഉണ്ട്? ഇത് നമുക്ക് 2 ഇയറിന്റെ വാറണ്ടി ഉണ്ട്. അതിനുശേഷം 1 വർഷം നിങ്ങളുടെ വാറണ്ടി. ടോട്ടൽ 3 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്. ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ തന്നെ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക.